أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് വേണു, ഞാൻ ആ സ്ഥാനപ്പേര് വിളിക്കുന്നില്ല, അക്ബർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. 1980 മുൻപാണ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് വേണു KSUയുടെ ആക്റ്റീവ് പ്രവർത്തകനും നേതാവുമായിരുന്നു. ഞാൻ SFIയുടെ. പക്ഷെ ഇന്നും ഞാൻ വേണുവിനോട് പറഞ്ഞു, അന്ന് ഇലക്ഷൻ ക്യാമ്പയിന് വേണൊരു പ്രഭാഷണം നടത്തിയിരുന്നു. പ്രഭാഷണമല്ല, ഒരു ഇലക്ഷൻ സ്പീച്ച്. പക്ഷെ അന്ന് തന്നെ വേണുവിൻ്റെ കഴിവ് ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കേന്ദ്ര മന്ത്രിയായി തീരും എന്നായിരുന്നു. ഏതായാലും വേണുവിൻ്റെ ഉന്നതമായ വിജയങ്ങളും സ്ഥാനത്തെ സംബന്ധിച്ചുമെല്ലാം എനിക്കറിയാം. ഇവിടെ വരാനും ഈ പ്രഭാഷണം ശ്രവിക്കാനും അദ്ദേഹം കാണിച്ച വിശാല മനസ്കത ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ വിഷയം മനഃശാന്തിയുടെ തീരത്തേക്ക്. ലോകത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും സമാധാനവും ശാന്തിയും നിർഭയത്വവും സുഖനിദ്രയുമെല്ലാം ആഗ്രഹിക്കുന്നു. എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ഇത് അന്യങ്ങളായിക്കൊണ്ടിരിക്കുന്നു. അധികാരവും സൗന്ദര്യവും ധനവും സമ്പത്തും ഭൗതിക സുഖസൗകര്യങ്ങളും സ്വാധീനവുമൊന്നും മനുഷ്യന് യഥാർത്ഥ ശാന്തിയും സമാധാനവും നൽകുന്നില്ല. നൽകുമായിരുന്നുവെങ്കിൽ എല്ലാ ഭരണാധികാരികളും സമ്പന്നരും സുന്ദരന്മാരും പ്രശസ്തരും ശാസ്ത്രജ്ഞരും സന്തുഷ്ടരാകേണ്ടിയിരുന്നു. എന്നാൽ മഹാഭൂരിപക്ഷവും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ നിദ്രയില്ലാത്തതിൻ്റെയും എല്ലാം കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ മറ്റു ചിലർ തങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നു. ചിലർ തങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചോർത്താണ് ദുഃഖിക്കുന്നതെങ്കിൽ മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ഇല്ലാത്ത രോഗങ്ങളെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നു. കുറ്റബോധം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ, വിമർശനങ്ങൾ സഹിക്കുവാൻ സാധിക്കാതെ ജീവിതത്തിൽ നിന്നു തന്നെ ഒളിച്ചോടുന്നവർ, അനാവശ്യമായ ഭയത്താൽ സ്വയം നരകം സൃഷ്ടിച്ചവർ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാൽ നീറി നിദ്ര പോലും നഷ്ടപ്പെട്ട് ഭ്രാന്തന്മാരെ പോലെ അലഞ്ഞു നടക്കുന്ന ആധുനിക മനുഷ്യർ. ഇതിൽ നിന്നും രക്ഷപ്പെട്ട് ശാന്തിയും സമാധാനവും നിർഭയത്വവും അവർക്ക് ലഭിക്കുവാൻ കഴിയുമോ? നാം ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിഷാദരോഗം മൂലമാണ്. വിഷാദരോഗം ജലദോഷം പോലെയായിട്ടുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. ജലദോഷം ആളുകളെ കൊല്ലുന്നില്ല, വിഷാദരോഗം ആളുകളെ കൊല്ലുന്നു. സാധാരണ നാം ധരിച്ചിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ മാത്രമേ മനുഷ്യനിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയുള്ളൂ എന്നതാണ്. ജോലിസ്ഥലത്തും അതുപോലെ നമ്മുടെ വീടുകളിലും നാം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങളും ഉത്കണ്ഠകളും നമ്മിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് ലോങ് പീക്ക് പ്രദേശത്ത് ഒരു വൻവൃക്ഷം നിന്നിരുന്നു. 400 വർഷങ്ങളോളം കാലത്തെയും ഇടിമിന്നലിനെയും മഞ്ഞുവീഴ്ചയെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വൃക്ഷം അങ്ങനെ നിന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ചെറു കീടങ്ങൾ ആ വൃക്ഷത്തെ ആക്രമിക്കാൻ ആരംഭിച്ചു. ആദ്യം ഇലകൾ ഭക്ഷിച്ചു, പിന്നീട് ശിഖരങ്ങളിലേക്ക് കടന്നു,
പിന്നീട് തായ്തടിയിലേക്കും അവസാനം വേരുകളിലേക്കും. അങ്ങനെ കാലത്തിന് നശിപ്പിക്കുവാനോ കൊടുങ്കാറ്റിന് മറിച്ചിടുവാനോ ഇടിമിന്നലിന് കരിയിക്കുവാനോ മഞ്ഞുവീഴ്ചക്ക് കീഴടക്കുവാനോ സാധിക്കാതിരുന്ന ആ വൻവൃക്ഷത്തെ ചെറുകീടങ്ങൾ ഭക്ഷിച്ചു തീർത്തു. അതേപോലെ ദിനേന നാം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അസുഖങ്ങൾ നമ്മിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് ഡോക്ടർ ജോസഫ് മൊണ്ടേക്ക് പറഞ്ഞത്, നാം എന്ത് ഭക്ഷിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മെ എന്ത് ഭക്ഷിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അൾസർ ഉണ്ടാകുന്നതെന്ന്. വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ അലക്സ് കാരൽ പറയുകയുണ്ടായി, മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ പരിശീലിച്ചിട്ടില്ലാത്ത വിശുദ്ധന്മാരും അഭിഭാഷകരും സാധാരണക്കാരും യുവാക്കളായിരിക്കെ മരണപ്പെടുന്നുവെന്ന്. 2ാം ലോകമഹായുദ്ധത്തിൽ വധിക്കപ്പെട്ട ആളുകളെക്കാൾ 10 മടങ്ങ് ആളുകൾ മരിച്ചത് ഈ കാലഘട്ടത്തിലെ മാനസിക സമ്മർദ്ദം മൂലമുള്ള ഹൃദ്രോഗം കാരണമാണ്. മാനസികമായ സമ്മർദ്ദങ്ങൾ ഇല്ലാത്ത ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പ്രതീതി ഉണ്ടാക്കും. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അടിമത്തം നിരോധിക്കാൻ തീരുമാനിക്കുകയും തെക്കൻ സംസ്ഥാനങ്ങൾ അത് എതിർക്കുകയും ചെയ്തു. അങ്ങനെ വടക്ക് തെക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന അഭ്യന്തര യുദ്ധത്തിൽ എബ്രഹാം ലിങ്കൺ നേതൃത്വം കൊടുത്ത സൈന്യത്തിലെ ഒരു സേനാനായകനായിരുന്നു ജനറൽ ഗ്രാന്റ്. യുദ്ധം ആരംഭിച്ച ശേഷം അദ്ദേഹത്തിന് നിരന്തരമായ തലവേദനയും ശരീരവേദനയും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഒരിക്കൽ വേദന അസഹ്യമായ സമയത്താണ് എതിർ സേനാനായകനായ ജനറൽ ലീ താൻ കീഴടങ്ങുകയാണെന്ന് എഴുത്തു കൊടുത്തു വിടുന്നത്. അത് വായിച്ച ശേഷം ജനറൽ ഗ്രാന്റ് പറയുകയാണ്, പിന്നീട് എനിക്ക് തലവേദനയോ ശരീരവേദനയോ അനുഭവപ്പെട്ടിട്ടില്ല എന്ന്. ലോകപ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ പറയുകയുണ്ടായി, മനസ്സിന്റെ അസുഖത്തെ ചികിത്സിക്കാതെ ശരീരത്തിന്റെ അസുഖത്തെ ചികിത്സിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന്. ഭക്ഷിക്കുവാനും കുടിക്കുവാനും പാർക്കുവാനും സഞ്ചരിക്കുവാനും ഒരുപാട് സൗകര്യങ്ങളുള്ള നാടുകളിലെ ജനങ്ങൾ സംതൃപ്തരല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് സമ്പന്നതയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് തന്റെ പൗരന്മാർക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ കഴിയാത്തത്? അവർക്ക് അമ്പരചുംബികളായ സൗധങ്ങളുണ്ട്, പ്രപഞ്ച വിശാലതയെ തുളഞ്ഞു കയറുവാൻ കെൽപ്പുള്ള ബഹിരാകാശ പേടകങ്ങളുണ്ട്, ശിരസിന്റെ മുകളിലും പാദങ്ങൾക്ക് കീഴെയും സ്വർണ്ണ കൂമ്പാരങ്ങളുണ്ട്. എന്നിട്ടും എന്റെ ദുഃഖത്തിന്റെയും ദുരന്തങ്ങളുടെയും മേൽ വലിച്ചിട്ട മനോഹരമായ ഒരു ആവരണം മാത്രമാണ് ന്യൂയോർക്കിലെ ജീവിതമെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ഒരിക്കൽ ധനികനായ ഒരു യുവാവ് ഒരു പണ്ഡിതനെ സമീപിച്ചിട്ട് തന്റെ അനുഗ്രഹങ്ങൾ എഴുതിയൊരു കടലാസ് കൊടുത്തിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. ആ കടലാസിലൂടെ പണ്ഡിതൻ കണ്ണോടിച്ചു. സമ്പത്ത്, ധനം, ആരോഗ്യം, സൗന്ദര്യം, സ്വാധീനം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എഴുതിയ കടലാസ് കണ്ടിട്ട് അതെല്ലാം വെട്ടിയിട്ട് ആ പണ്ഡിതൻ അവസാനം ഒരു വാക്ക് എഴുതി ചേർത്തു. എന്നിട്ട് പറഞ്ഞു, ഈ അനുഗ്രഹത്തിന്റെ അഭാവത്തിൽ മറ്റെല്ലാ അനുഗ്രഹങ്ങളും അർത്ഥശൂന്യമാണ്. പണ്ഡിതൻ ചോദിച്ചു, ഏത് അനുഗ്രഹത്തിന്റെ അഭാവത്തിലാണ് മറ്റെല്ലാ അനുഗ്രഹങ്ങളും അർത്ഥശൂന്യമാകുന്നത്? ആ ധനികനായ യുവാവ് ചോദിച്ചപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, മനഃശാന്തി. മനഃശാന്തിയില്ല എങ്കിൽ എന്തും ലഭിച്ചിട്ട് കാര്യമില്ല. നാം ഒന്ന് മനസ്സിലാക്കുക, ഒരു അപകടത്തിൽ ഓർമ്മ നശിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അതാണ് ഒരു ധനികൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, സമ്പത്ത് മുഴുവനും നീ വിഡ്ഢികളുടെ കാൽ കീഴിലേക്ക് വിട്ടേക്കൂ, എനിക്ക് ശാന്തിയുള്ള സമാധാനമുള്ള ഒരു മനസ്സ് നൽകുവെന്ന്. സമ്പത്തിനും ധനത്തിനും ഭൗതിക ആഡംബരങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും പ്രശസ്തിക്കും ജനകോടികളുടെ ആരാധനക്കും ശാന്തിയും സമാധാനവും നൽകുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ പോപ്പ് സംഗീത ചക്രവർത്തി എന്ന് മാധ്യമങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന മൈക്കിൾ ജാക്സൺ സന്തുഷ്ടനാകേണ്ടിയിരുന്നു. മാധ്യമങ്ങൾ പ്രശസ്തരായ വ്യക്തികളുടെ മരണങ്ങൾ ആഘോഷിക്കുകയാണ് പതിവ്. ജാക്സന്റെ കാര്യത്തിലും ആ പതിവ് അവർ തെറ്റിച്ചില്ല. ആഴ്ചകളോളം അവർ ആഘോഷിച്ചു, ഇപ്പോഴും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ മുൻപിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംഗീതത്തെ പറ്റിയും നൃത്തത്തിന്റെ ചുവടുകളുടെ പ്രത്യേകതകൾ സംബന്ധിച്ചും മരണത്തിന്റെ ദുരൂഹതയും വിഷഗ്വരന്റെ തിരോധാനവും ഒസ്യത്തിൽ അവകാശികളും മുൻഭാര്യ സമ്പത്തിൽ അവകാശം ഉന്നയിക്കുമോ എന്ന സന്ദേഹവും സന്താനങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെയാണോ എന്ന തർക്കവും അദ്ദേഹം ഉണ്ടാക്കിയ കടത്തിന്റെ ആഴവും എത്ര മില്യൺ ആൽബങ്ങളാണ് വിറ്റഴിക്കുക എന്നിവയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ധാർമ്മികമായ അധപതനത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാറില്ല. കാരണം അവതരിപ്പിച്ചാൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ വികൃതമായ മുഖമായിരിക്കും ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടി വരിക. കലാവൈകൃതങ്ങളുടെയും അസഭ്യഭാവങ്ങളുടെയും ഇരുകാലി പ്രതീകങ്ങളായി നൃത്തം ചെയ്യുന്നവരെയും നൃത്തത്തെയുമെല്ലാം മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് ഭിന്നമായൊരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം.